നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വാഴ ഇനമാണ്. തൃശ്ശൂർ ജില്ലയിൽ ഓണവിപണിയിലെ താരമാണ് ചെങ്ങാലിക്കോടൻ എന്ന നേന്ത്രൻ. നെറ്റിപ്പട്ടം കെട്ടി തല ഉയർത്തി നിൽക്കുന്ന ഗജവീരന്മാരുടെ പ്രൗഢിയോടെയാണ് ചെങ്ങാലിക്കോടൻ കാഴ്ചക്കുലകൾ ഓണവിപണിയെ കീഴടക്കുക. അപ്പോൾ കുലകൾക്ക് മോഹവില ലഭിക്കും. സാധാരണ കാഴ്ചക്കുലകളിൽ 7 മുതൽ 9 വരെ പടലകൾ ഉണ്ടായിരിക്കും. പ്രത്യേക പരിചരണ മുറകൾ നൽകിയാണ് ഈ കാഴ്ചക്കുലകൾ തയ്യാറാക്കുന്നത്. കാഴ്ചക്കുല ഒരുക്കുന്ന കർഷകൻ 50-ൽ താഴെ വാഴകൾ മാത്രമേ വർഷം തോറും കൃഷി ചെയ്യാറുള്ളൂ. ജൈവവളം പ്രത്യേക അനുപാതത്തിൽ പല തവണകളായി നൽകും. കായ്കൾക്ക് ആകൃതി വരുത്തലും കുല പൊതിയലും എല്ലാം ചെയ്യാറുണ്ടെങ്കിലും ഇതിൻ്റെ രഹസ്യം കർഷകർ ഇന്നും പുറത്തു പറയാറില്ല. വാഴ കുലച്ച് 25 ദിവസമാകുമ്പോൾ കുലകൾ പൊതിഞ്ഞു കെട്ടും. പടലകൾക്കിടയിലും കായ്കൾക്കിടയിലും ഉണങ്ങിയ വാഴയിലകൾ ചുരുട്ടിവെച്ച് അകലം ക്രമീകരിക്കലിന് ശേഷമാണ് പൊതിയുക. നേന്ത്രൻ്റെ ഇലകൾ പൊതിയാൻ ഉപയോഗിക്കാറില്ല. പ്രത്യേക പരിശീലനം ലഭിച്ച കർഷകരാണ് കുല പൊതിച്ചിൽ ചെയ്യുക. ചിലർ 30 ദിവസം കഴിയുമ്പോൾ പൊതിച്ചിൽ അഴിച്ച് വീണ്ടും പൊതിയും. കാഴ്ചക്കുലകൾക്ക് 13 മുതൽ 23 കിലോഗ്രാം ഭാരം കാണും. ഒരു പടലയിൽ 12-ൽ താഴെ കായ്കൾ വീതം. മൊത്തം 50-നും 100-നും ഇടയ്ക്ക് കായ്കൾ ഉണ്ടാകാറുണ്ട്. 26 മുതൽ 30% പഞ്ചസാരയുള്ള ദൃഢതയുള്ള ഈ പഴം 7 മുതൽ 9 ദിവസം വരെ സൂക്ഷിച്ചു വെക്കുവാൻ കഴിയുന്നതാണ്. ചെങ്ങാലിക്കോടൻ്റെ കൃഷിരീതി ഒന്ന് പ്രത്യേകത നിറഞ്ഞതാണ്. ചെങ്ങാലിക്കോടൻ്റെ വിളദൈർഘ്യം 10.5 മാസമാണ്. സാധാരണ തുലാമാസത്തിലാണ് കൃഷി ആരംഭിക്കുന്നത്. അടുത്ത ഓണം ചിങ്ങം ആദ്യമാണെങ്കിൽ വലിയ കന്നും, ചിങ്ങം അവസാനമെങ്കിൽ ചെറിയ കന്നുമാണ് നടുക. 4 മാസം പ്രായമായ സൂചിക്കന്നുകൾ ഇളക്കി 25 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വാഴത്തട നിർത്തി വെട്ടിയെടുത്ത ശേഷം വേരുകൾ കളഞ്ഞ് മാണം ചാണകപ്പാലിൽ മുക്കി ചാരം പുരട്ടി 4 ദിവസം വെയിലിലും 15 ദിവസം തണലിലും ഉണക്കിയ ശേഷം മാത്രമാണ് നടാൻ ഉപയോഗിക്കുന്നത്. 50 ക്യൂബിക് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കുഴികളിലോ ചാലുകൾ കോരിയോ ആണ് നടുക. ഇടയകലം 2 ചതുരശ്ര മീറ്റർ. കുഴികളിൽ 1/2 കിലോ കുമ്മായം ഉപയോഗിക്കാറുണ്ട്. നടുമ്പോൾ കുഴിയിൽ ചെറിയ കുഴിയെടുത്ത് വാഴക്കന്ന് അതിൽ വെച്ച് അല്പം മണ്ണിട്ട് ഉറപ്പിക്കുന്നു. അതിനുശേഷം 10 കിലോ കമ്പോസ്റ്റ് അല്ലെങ്കിൽ കാലിവളം, പച്ചിലകൾ എല്ലാം ചേർത്ത മിശ്രിതം നൽകുന്നു. വാഴ മുളച്ചു കഴിഞ്ഞാൽ 1.5 കിലോ കടലപ്പിണ്ണാക്കോ വേപ്പിൻ പിണ്ണാക്കോ 3 പ്രാവശ്യം നൽകും. 40 ദിവസമാകുമ്പോൾ പച്ചില വളമിട്ട് കുഴി പകുതി മൂടും.